പെൽവിസ്, പെൽവിക് ബോൺസ് ആൻഡ് സ്കൾ. പിന്നെ ജനറ്റിക് റിലേഷൻ പറയുന്നുണ്ട്. റിലേറ്റഡ് ജീൻസ് P53, PTEN, RAS, PAX8, PPAR1. ജനറ്റിക് റിലേഷൻ ഉണ്ട് ഫോളിക്കുലാർ കാർസിനോമയിൽ. ആൻഡ് the invasion may be either through capsular or vascular. Capsule വഴി അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലർ വഴി, ബ്ലഡ് വഴിയാണ് ഇൻവേഡ് ചെയ്യുന്നത്. പിന്നെ ഫോളിക്കുലാർ കാർസിനോമയുടെ ഒരു വെറൈറ്റി ആയിട്ട് പറയുന്നതാണ് ഹർത്തിൽ സെൽ കാർസിനോമ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹർത്തിൽ സെൽ കാർസിനോമ ഇസ് എ വേരിയന്റ് ഓഫ്, ചോദിക്കാറുണ്ട്. ആൻസർ ഈസ് ഫോളിക്കുലാർ കാർസിനോമ. ഹർത്തിൽ സെൽ ഈസ് സീൻ ഇൻ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓർ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്. അത് ഹർത്തിൽ സെൽ ആണ്, ഓർ അസ്കനാസി സെൽ. ഇത് ഹർത്തിൽ സെൽ കാർസിനോമ. ഇറ്റ് ഈസ് എ വേരിയന്റ് ഓഫ് ഫോളിക്കുലാർ കാർസിനോമ. മൂന്നാമത്തെയാണ് മെഡുലറി കാർസിനോമ. ഓർത്തിരിക്കണം, ഇറ്റ് ഈസ് അറൈസിംഗ് ഫ്രം സി സെൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 types ഓഫ് സെൽസ് ഉണ്ട് തൈറോയിഡ്, ഫോളിക്കുലാർ സെൽസും പാരാഫോളിക്കുലാർ സെൽസും. ആ പാരാഫോളിക്കുലാർ സെൽസ് ആണ് സി സെൽസ്. അപ്പൊ മെഡുലറി കാർസിനോമ അറൈസിംഗ് ഫ്രം സി സെൽസ്. ഓക്കെ, 80% കേസസും സ്പൊറാഡിക് ആണ്, റിമൈനിങ് 20% ഫെമിലിയർ ആണ്. ആൻഡ് മെഡുലറി കാർസിനോമ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് മെൻ ടൈപ്പ് 2A. മെൻ ടൈപ്പ് 2A. മെൻ മീൻസ് മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേഷ്യ. ടൈപ്പ് 2A ഒരു കമ്പോണന്റ് ആണ് മെഡുലറി കാർസിനോമ തൈറോയിഡ്. ഓർത്തിരിക്കുക. ഓക്കെ, മെൻ ടൈപ്പ് 2A. അതർ 2 കമ്പോണന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് പാരാതൈറോയിഡ് അഡിനോമ, രണ്ടാമത്തത് ഫിയോക്രോമോ സൈറ്റോമ, മൂന്നാമത്തെയാണ് എന്ത്? മെഡുലറി കാർസിനോമ തൈറോയിഡ്. അതാണ് മെൻ ടൈപ്പ് 2A. നേരത്തെ പറഞ്ഞു പാപ്പുലറി കാർസിനോമ ലിംഫാറ്റിക് സ്പ്രെഡ് ആണ്, ഫോളിക്കുലാർ കാർസിനോമ ഹെമാറ്റോജീനസ് സ്പ്രെഡ് ആണ്, മെഡുലറി കാർസിനോമ ബോത്ത് ലിംഫാറ്റിക് ആൻഡ് ഹെമാറ്റോജീനസ് സ്പ്രെഡ്. പാപ്പുലറി കാർസിനോമ മെറ്റാസ്റ്റാസിസ് ടു ലങ്സ്, ഫോളിക്കുലാർ കാർസിനോമ ബോൺസ്, മെഡുലറി കാർസിനോമ ലിവർ ആണ്. ഓക്കെ, ലിവർ. പിന്നെ ട്യൂമർ മാർക്കർ ആയിട്ട് പറയുന്നത് ഏതാണ്? തൈറോകാൽസിറ്റോണിൻ. ഒബ്വിയസ്ലി, കാരണം എന്താണ്? സി സെൽസ് സെക്രീറ്റ് തൈറോകാൽസിറ്റോണിൻ. അതുകൊണ്ട് TCT ആണ് ട്യൂമർ മാർക്കർ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് TSH. കാരണം TSH ബന്ധമൊന്നുമില്ല, ഇവിടെ TCT ആയിട്ടാണ് ബന്ധം. Then amyloid stroma is seen. അത് ഇമ്പോർട്ടന്റ് ആണ്. amyloid stroma is seen and the poor prognosis. Okay, prognosis is poor. നാലാമത്തെയാണ് വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത് അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഇത് പക്ഷേ ലേറ്റ് ഓൺസെറ്റ് ആണ്, 7th and 8th decade of women. മോസ്റ്റ് അഗ്രസീവ് ഫോം ഓഫ് കാർസിനോമയാണ് അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഡയറക്റ്റ് ഇൻവേഷൻ ആണ്, അതും ലങ്സിലോട്ട്. FNAC-യിലെ ജയന്റ് ആൻഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽസ് കാണാം. ബെറീസ് സൈൻ പോസിറ്റീവ് ആണ് അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഓക്കെ, ബെറീസ് സൈൻ ഈസ് പോസിറ്റീവ്. ആൻഡ് ആൾസോ നേരത്തെ പറഞ്ഞു വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ഉള്ള കാർസിനോമയാണ് അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഓക്കെ, വേഴ്സ്റ്റ് പ്രോഗ്നോസിസ്. സോ ബെറീസ് സൈൻ ഈസ് പോസിറ്റീവ്. ബെറീസ് സൈൻ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു കോമൺ കരോട്ടിഡ് ആർട്ടറി പൾസേഷൻ നമുക്ക് കിട്ടത്തില്ല. ഇറ്റ് ഈസ് കോൾഡ് ബെറീസ് സൈൻ പോസിറ്റീവ്. ദർ ഈസ് നോ പൾസേഷൻ ഓഫ് കോമൺ കരോട്ടിഡ് ആർട്ടറി. കാരണം എന്താണ്? ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ഓഫ് കരോട്ടിഡ് ഷീത്ത്. ദാറ്റ് ഈസ് കോൾഡ് ബെറീസ് സൈൻ. അപ്പൊ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള കാർസിനോമ ആയതുകൊണ്ടാണ് ഇവിടെ ബെറീസ് സൈൻ പോസിറ്റീവ് ആയിട്ട് വരുന്നത്. സോ ബെറീസ് സൈൻ ഈസ് പോസിറ്റീവ് ഇൻ അനാപ്ലാസ്റ്റിക് കാർസിനോമ. ഓക്കെ, നെക്സ്റ്റ്, which is the most common type of thyroid lymphoma. It is nothing but non-Hodgkin's lymphoma ആണ്. അത് B cell type of intermediate grade. Okay, most common type of thyroid lymphoma is non-Hodgkin's lymphoma. Okay, then most lymphomas develop in patients with chronic lymphocytic thyroiditis. അതേപോലെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കോർ നീഡിൽ ബയോപ്സി ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്യൂറിംഗ് തൈറോയിഡക്ടമി, ഇത് 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറിംഗ് തൈറോയിഡക്ടമി, superior thyroid artery, it is ligated close to the upper pole of the lateral lobe near the gland, and the branches of inferior thyroid artery ligated separately. Why? Because inferior thyroid artery is closely related with the parathyroid gland.
അതുകൊണ്ട് തന്നെ അതിന്റെ ബ്രാഞ്ചസ് സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിഗേറ്റ് ചെയ്യുന്നത്. Then most common injured nerve during thyroid surgery is external laryngeal nerve. Okay, most common injured nerve during thyroid surgery is ഏതാണ്, external laryngeal nerve ആണ്. It is a branch of superior laryngeal nerve. നേരത്തെ പറഞ്ഞു നമ്മള് nerve supply മെയിൻ ആയിട്ട് 2 nerves ആണ്, superior laryngeal nerve and recurrent laryngeal nerve. Again superior laryngeal nerve-ന് 2 ബ്രാഞ്ച് ഉണ്ട്, ഇന്റേണൽ ബ്രാഞ്ചും എക്സ്റ്റേണൽ ബ്രാഞ്ചും. അതിൽ എക്സ്റ്റേണൽ ബ്രാഞ്ച് ആണ് മോസ്റ്റ് കോമൺ ഇഞ്ചേർഡ് നെർവ് ഡ്യൂറിംഗ് തൈറോയിഡക്ടമി. ഓക്കെ, പിന്നെ കുറച്ച് തൈറോയിഡ് ഒഫ്താൽമോപ്പതിയിൽ കാണുന്ന കുറച്ച് ഐ സൈൻസ് ആണ് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐ സൈൻസ് നമുക്ക് നോക്കാം. ഒന്ന് ഡാൽറിംബിൾ സൈൻ. എന്താണ്? അപ്പർ സ്ക്ലീറ ഈസ് സീൻ അബവ് ദ ലിംബസ്, ദാറ്റ് ഈസ് കോൾഡ് Dalrymple's sign. Then Moebius sign. It is loss of convergence of eyeball. Okay, Moebius sign. Then Stellwax sign എന്താണ്? Infrequent blinking and widening of palpebral fissure. That is called Stellwax sign. Then Geoffroy sign is absence of forehead wrinkling. Wrinkling കാണത്തില്ല. Then lid lag sign is also called von Graeff's sign. Lid lag sign. Then edema of eyelids and conjunctiva is called Endroth sign, and difficulty in averting upper eyelid is called Gifflord's sign. Last one is Kocher's sign. It is nothing but upper eyelid springs up more quickly than the eyebrows. So all these signs are seen in thyroid ophthalmopathy. Dalrymple sign, Moebius sign, Stellwax sign, Geoffroy sign, von Graeff's sign, Endroth sign, Gifflord sign and Kocher's sign. ഇതൊന്ന് പഠിച്ചിരിക്കുക, സൈനും അതിന്റെ ഡെഫിനിഷനും. ഓക്കെ, സോ തൈറോയിഡ് ഓക്കെ ആണോ? ഹലോ ഹലോ. ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആണെന്ന് അറിയാം, നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്നും കൂടെ പോയിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. കമ്മിങ് ടു സർജിക്കൽ അനാട്ടമി ഓഫ് ദ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഷേപ്പ് എന്താണ്? ഓവൽ ഓർ ലെന്റിഫോം ഷേപ്പ് ആണ്. നമ്മൾ സൈസ് നോക്കുവാണെങ്കിൽ സൈസ് ഓഫ് എ സ്പ്ലിറ്റ് പി, 6x4x2 millimeter ആണ് സൈസ്. ചിൽഡ്രനില് പിങ്കിഷ് കളറും അഡൾട്ടില് യെല്ലോ ടു ബ്രൗൺ കളറുമാണ്. നമുക്കറിയാം 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഉണ്ട്, 2 പെയർ ആയിട്ട് അല്ലെ, സുപ്പീരിയർ പാരാതൈറോയിഡും ഇൻഫീരിയർ പാരാതൈറോയിഡും. സുപ്പീരിയർ പാരാതൈറോയിഡ് ഈസ് ആൾസോ കോൾഡ് പാരാതൈറോയിഡ് 4. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ എൻഡോഡേം ഓഫ് 4th branchial arch and it is situated in the fat above the inferior thyroid artery. It is smaller compared to inferior, 20 to 40 milligram മാത്രമേ ഉള്ളൂ, but it is constant in position. Very very important. Okay, superior parathyroid gland is constant in position and it is located dorsal to recurrent laryngeal nerve. Okay, it is located dorsal to recurrent laryngeal nerve. Any inferior parathyroid gland ആണെങ്കിൽ it is also called parathyroid 3. കാരണം എന്താണ്? It is derived from the endoderm of 3rd branchial arch. Gland large ആണ് as compared to superior parathyroid, 30 to 50 milligram ഉണ്ട്. പക്ഷെ it is not constant in position. Very very important. Inferior parathyroid gland is not constant in position. കാരണം നമുക്ക് അത് പല സ്ഥലങ്ങളായിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ പോൾ ഓഫ് ദ ഗ്ലാൻഡ്, അല്ലെങ്കിൽ അപ്പർ ഹോൺ ഓഫ് ദ തൈമസ്, ഓക്കെ, അല്ലെങ്കിൽ വിത്തിൻ ദ ഫേഷ്യൽ ഷീത്ത് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, ഓക്കെ, അല്ലെങ്കിൽ ഇൻ ദ മീഡിയ സ്റ്റൈനം, അല്ലെങ്കിൽ വിത്തിൻ ദ തൈറോയിഡ് ഗ്ലാൻഡ്, ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഫേഷ്യൽ ഷീത്ത്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ മാറി മാറി വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഇൻ പൊസിഷൻ and it is located ventral to recurrent laryngeal nerve. Blood supply 95% inferior thyroid artery ആണ്,
20% പ്രത്യേകിച്ചും അപ്പർ ഗ്ലാൻസ് സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി ആണ്. ഓക്കെ, ഹിസ്റ്റോളജിയിൽ നമുക്ക് പ്രിൻസിപ്പൽ സെൽസ്, അതായത് ചീഫ് സെൽസ് കാണാം, സെക്രീറ്റിംഗ് പാരാതൈറോയിഡ് ഹോർമോൺ ആൻഡ് വാട്ടർ ക്ലിയർ സെൽസ് which is rich in glycogen. Okay, so parathormone is secreted by chief cells. Okay, then നമ്മൾ നേരത്തെ പറഞ്ഞാണ് മെൻ അല്ലെ മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ. ആക്ച്വലി മെൻ 1, 2, 3, 4 ഉണ്ട്. മെൻ 1 is called Werner's syndrome. മെൻ 2A is called Sippel syndrome. മെൻ 2B ആണ് ആക്ച്വലി മെൻ 3 ആയിട്ട് പറയുന്നത്. then മെൻ 4 അല്ലെങ്കിൽ മെൻ എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെഡുലറി കാർസിനോമ തൈറോയിഡ് അല്ലെ, അത് മെൻ 2A വരിക, ദാറ്റ് ഈസ് സിപ്പിൾ സിൻഡ്രോം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോ മെൻ 1 ആണ് വെർമേഴ്സ് സിൻഡ്രോം. അതിലെ മെയിൻ കമ്പോണൻസ് ആയിട്ട് പറയുന്നത് പാരാതൈറോയിഡ് ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ പാരാതൈറോയിഡ് അഡിനോമ, പാൻക്രിയാറ്റിക് ന്യൂറോ എൻഡോക്രൈനൽ ട്യൂമർ, പിറ്റ്യൂട്ടറി അഡിനോമ, ബ്രോങ്കിയൽ ആൻഡ് തൈമിക് കാർസിനോയിഡ്സ്, അഡ്രിനോകോർട്ടിക്കൽ ട്യൂമേഴ്സ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഓർ വിസറൽ ലൈപ്പോമാസ്, ഫേഷ്യൽ ക്യൂട്ടേനിയസ് ആൻജിയോഫൈബ്രോമാസ്, കൊളാജിനോമാസ്, ഇതെല്ലാമാണ് മെൻ ടൈപ്പ് 1 വരിക. അതിന്റെ ജീൻ ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത് മെൻ 1 ജീൻ തന്നെയാണ്, which is located on chromosome 11, and all these disorders are autosomal dominant. Transmission is through autosomal dominant. മെൻ 2A ആണ് സിപ്പിൾ സിൻഡ്രോം. അതിലാണ് നമ്മൾ നേരത്തെ പഠിച്ച മെഡുലറി കാർസിനോമ തൈറോയിഡ്, ഫിയോക്രോമോസൈറ്റോമ, പാരാതൈറോയിഡ് ഹൈപ്പർപ്ലേസിയ ഓർ അഡിനോമ, ഹെർസ്പ്രൈൻസ് ഡിസീസ്, ക്യൂട്ടേനിയസ് ലൈക്കൻ അമൈലോയിഡോസിസ്. ജീൻ റെക്ട് ഓൺകോജീൻ ആണ്, which is cysteine codon, coding for cysteine. Then chromosome 10th is location and transmission is autosomal dominant. So all the men are transmitted via autosomal dominant ആണ്. Okay, men 1 തൊട്ട് 4 വരെ autosomal dominant ആണ്. Then men 3 is actually men 2B. Components medullary carcinoma thyroid, pheochromocytoma, intestinal ganglioneuroma, mucosal neuroma, megacolon, that is congenital colon, Hirschsprung's disease. Then morphanoid features. ജീൻ പറയുന്നത് സെയിം ആണ്, റെക്ട് ഓൺകോജീൻ, പക്ഷെ തൈറോസിൻ കൈനേസ് ഡൊമൈൻ ആണെന്ന് മാത്രം. നേരത്തെ മെൻ 2 ആണെങ്കിൽ സിസ്റ്റീൻ ആണ്, ഇവിടെ തൈറോസിൻ കൈനേസ് ഡൊമൈൻ. ക്രോമോസോം 10 തന്നെയാണ്. ദെൻ മെൻ 4 ആണ് മെൻ എക്സ്. കമ്പോണൻസ് ഹൈപ്പർ പാരാതൈറോയിഡിസം, പിറ്റ്യൂട്ടറി അഡിനോമ, പാൻക്രിയാറ്റിക് ന്യൂറോ എൻഡോഡെർമൽ ട്യൂമർ, ഗൊണാഡൽ, അഡ്രിനൽ, റീനൽ ആൻഡ് തൈറോയിഡ് ട്യൂമേഴ്സ് എല്ലാം വരും. ജീൻ പറയുന്നത് സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസ് ഇൻഹിബിറ്റർ ജീൻ ആണ്, ലൊക്കേഷൻ ക്രോമോസോം 12. അറ്റ്ലീസ്റ്റ് ഇതിൽ നമ്മൾ പഠിച്ചത് മെൻ 2A ആണ് സിപ്പിൾ സിൻഡ്രോം. ആ കമ്പോണൻസ് ഓർത്തിരിക്കുക. മെഡുലറി കാർസിനോമ തൈറോയിഡ്, ഫിയോക്രോമോസൈറ്റോമ ആൻഡ് പാരാതൈറോയിഡ് അഡിനോമ മെയിൻ ആയിട്ട്. ദെൻ ഹൈപ്പർ പാരാതൈറോയിഡിസം ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസത്തിന്റെ മോസ്റ്റ് കോമൺ കോസ് ആണ് സോളിറ്ററി അഡിനോമ, ആൻഡ് ദിസ് അഡിനോമാസ് ആർ മോസ്റ്റ് കോമൺലി ലൊക്കേറ്റഡ് ഇൻ ഇൻഫീരിയർ പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. പിന്നെ ക്ലാസിക് പെന്റാഡോഫ് സിംറ്റംസ് പറയുന്നുണ്ട് പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസത്തില്. എന്തൊക്കെയാണ്? കിഡ്നി സ്റ്റോൺസ്, പെയിൻഫുൾ ബോൺസ്, അബ്ഡോമിനൽ ഗ്രൗണ്ട്സ്, സൈക്കിക് മോൺസ് ആൻഡ് ഫെറ്റീഗ് ഓവർടോൺസ്. ഈ 5 സിംറ്റംസ് ആണ് പെന്റാഡോഫ് primary hyperparathyroidism. Then in primary hyperparathyroidism ഓർക്കിരിക്കുക, സെറം കാൽഷ്യം ലെവൽ കൂടുതലാണ്, ഹൈപ്പർ കാൽസ്യമി ഉണ്ട്, പക്ഷെ സെറം ഫോസ്ഫേറ്റ് കുറവാണ്, ഹൈപ്പോഫോസ്ഫറ്റീമിയ ആണ്. ഓക്കെ, ഇൻ പ്രൈമറി ഹൈപ്പർപാരാതൈറോയിഡിസം ഹൈപ്പർ കാൽസ്യമിയ പ്ലസ് ഹൈപ്പോഫോസ്ഫറ്റീമിയ. ഇൻ സെക്കൻഡറി ഹൈപ്പർപാരാതൈറോയിഡിസം നേരെ തിരിച്ചാണ്, ഹൈപ്പോ കാൽസ്യമീമിയ പ്ലസ് ഹൈപ്പോഫോസ്ഫറ്റീമിയ, കാൽഷ്യം കുറവാണ്. ഓക്കെ, മെയിൻ റീസൺസ് ആയിട്ട് പറയുന്നത് ക്രോണിക് റീനൽ ഫെയിലിയർ, മാൽ അബ്സോർപ്ഷൻ ആൻഡ് റിക്കറ്റ്സ് ആണ്. ഓക്കെ, സോ സെക്കൻഡറിയിൽ ഹൈപ്പോ കാൽസ്യമീമിയ പ്ലസ്
ഹൈപ്പോ അല്ല, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇവിടെ റോങ് ആണ്. സോ ഹൈപ്പോ കാൽസീമിയ പ്ലസ് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ആണ് ഇൻ സെക്കൻഡറി ഹൈപ്പർ പാരാ തൈറോയിഡിസം. അതേപോലെ തന്നെ ടെറിഷറി ഹൈപ്പർ പാരാ തൈറോയിഡിസത്തിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഫോർ ക്രോണിക് റീനൽ ഫെയിലിയർ. ഓക്കെ, സോ പ്രൈമറിയും ടെറിഷറിയും ഏകദേശം ലബോറട്ടറി ഫൈൻഡിങ്സ് സിമിലർ ആണ്. സെക്കൻഡറി മാത്രം ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പ്രൈമറിയിലും ടെറിഷറിയിലും ഹൈപ്പർ കാൽസീമിയ അതേപോലെ ഹൈപ്പോ ഫോസ്ഫറ്റീമിയ, സെക്കൻഡറിയിൽ ഹൈപ്പോ കാൽസീമിയ ആൻഡ് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. ഓക്കെ, then in primary hyperparathyroidism we can see band keratopathy inside iris. ഓർത്തിരിക്കുക, band keratopathy is seen in primary hyperparathyroidism. And the most widely used and accurate investigation for localizing parathyroid gland is Sestamibi scan. Okay, Sestamibi scan ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then tetany എന്താണ്? Tetany will come hyper excitability of peripheral nerves, hypocalcemia. ഏനാ hypoparathyroidism ആണ് വരിക. So in tetany, especially in latent tetany, രണ്ട് സൈൻസ് പറയുന്നുണ്ട്, ചോസ്റ്റക് സൈൻ ആൻഡ് ട്രൗസിയർ സൈൻ പ്ലസ് ഒബ്സ്റ്റട്രീഷ്യൻസ് ഹാൻഡ് ഓർ കാർപ്പോപിയഡൽ സ്പാസം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോസ്റ്റക് സൈൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഹൈപ്പർ എക്സൈറ്റബിലിറ്റി ഓഫ് ഫേഷ്യൽ നെർവ് ഓൺ ടാപ്പിംഗ്. ഓക്കെ, ഹൈപ്പർ എക്സൈറ്റബിലിറ്റി ഓഫ് ദ ഫേഷ്യൽ നെർവ്. Then trousier sign എന്താണ്? It is due to spasm of hand and feet on rising the systolic blood pressure above 200 millimeter mercury. That is trousier's sign. Then carpopedal spasm അല്ലെങ്കിൽ thumbing palm deformity or obstetrician's hand. The deformity is characterized by flexion of metacarpophalangeal joints, extension of interphalangeal joints and adduction of thumb. അതാണ് carpopedal spasm. Okay, so three signs are in tetany: Chostek sign, trousier sign and carpopedal spasm. അത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട് സർജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഗ്ലാൻഡ് ആണ് adrenal gland. It is also called suprarenal gland. വെയിറ്റ് 4 ഗ്രാം മാത്രമേ ഉള്ളൂ. യെല്ലോയിഷ് കളർ ആണ്. ഷേപ്പ് നോക്കുവാണെങ്കിൽ റൈറ്റ് പിരമിഡൽ ഷേപ്പും ലെഫ്റ്റ് ഗ്ലാൻഡ് ക്രസന്റ് ഷേപ്പും ആണ്. ആർട്ടീരിയൽ സപ്ലൈ സുപ്പീരിയർ suprarenal artery. It is a branch of inferior phrenic artery. Middle suprarenal artery, which is a branch of abdominal aorta, and inferior suprarenal artery, which is a branch of renal artery. Okay, then venous drainage, suprarenal vein ഉണ്ട്. അത് തന്നെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇറ്റ് ഡ്രെയിൻസ് ഇൻടു ഇൻഫീരിയർ വീന കാവയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഇറ്റ് ഡ്രെയിൻസ് ഇൻടു ലെഫ്റ്റ് റീനൽ വെയിൻ. ഓർത്തിരിക്കുക, ഡിഫറൻസ് ഉണ്ട്. റൈറ്റ് suprarenal vein drains into inferior vena cava, left suprarenal vein drains into എവിടത്താണ്? ലെഫ്റ്റ് റീനൽ വെയിനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, then two parts ഉണ്ട്, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. ലിംഫാറ്റിക് ഡ്രെയിനേജ് അയോട്ടിക് ലിംഫ് നോഡ്സ് ആണ്. പിന്നെ നമുക്കറിയാം കോർട്ടെക്സിന് 3 പാർട്സ് ഉണ്ട് അല്ലെ? സോണ ഗ്ലോമറുലോസ, സോണ വെസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. Then zona glomerulosa ആണ് 15% of the gland weight which is secrete aldosterone. Okay, then zona vesiculata major portion 50% ആണ് secretes glucocorticoids അല്ലെങ്കിൽ cortisol. Then last one zona reticularis 7% മാത്രമേ ഉള്ളൂ secrete sex hormones, androgens. Okay, zona glomerulosa, aldosterone, vesiculata, cortisol, reticularis, androgens. ഓർത്തിരിക്കുക. Then medulla. Medulla ആണ് 28% of the total gland ആണ് medulla. Okay, then cortex is derived from mesoderm and medulla is derived from neural crest cells. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. Then which is the most common adrenal incidentaloma? It is the presumed non-functioning adenoma.
Okay, most common adrenal incidentaloma is non-functioning adenoma. Then ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ് ഫിയോക്രോമോസൈറ്റോമ. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് ഫിയോക്രോമോസൈറ്റോമ. മീൻസ് വാട്ട്? It is the tumor arising from chromaffin cells. Okay, chromaffin cells of the adrenal medulla. Okay, chromaffin cells. And the most common site is adrenal gland ആണ്. പക്ഷെ most common extra adrenal site is organ of Zuckerkandl. And paraganglioma is the term affecting pheochromocytoma other than adrenal gland. Okay, so the term paraganglioma means what? Tumor of chromaffin cells other than the adrenal gland. And pheochromocytoma is also called 10% tumor. Why 10% tumor? Because 10% tumors are seen bilaterally, 10% tumors are malignant, 10% tumors are located extra adrenally, 10% tumors are multiple, 10% tumors are familial, and 10% tumors are seen in children. That is why altogether it is called a 10% tumor. Okay. പിന്നെ കുറച്ച് സിൻഡ്രോംസ് ഉണ്ട് that is associated with pheochromocytoma. നേരത്തെ നമ്മൾ പറഞ്ഞാണ് മെൻ ക്ലാസിഫിക്കേഷനിൽ മെൻ 2A സിപ്പിൾ സിൻഡ്രോം ആൻഡ് മെൻ 2B. കൂടാതെ വോൺ ഹിപ്പൽ-ലോണ്ടോ സിൻഡ്രോം പറയുന്നുണ്ട്, ന്യൂറോഫൈബ്രോമാറ്റോസിസ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. ടൈപ്പ് 1 ന്യൂറോഫൈബ്രോമാറ്റോസിസ് അതാണ് മോസ്റ്റ് കോമൺ സിൻഡ്രോം അസോസിയേറ്റഡ് വിത്ത് ഫിയോക്രോമോസൈറ്റോമ. വോൺ റെക്ലിൻഹോസൻ ഡിസീസ്, neurofibromatosis. Then Sturge-Weber syndrome. Sturge-Weber syndrome. Then classic triad of pheochromocytoma is headache, diaphoresis and palpitation. പിന്നെ എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് കോമൺ സിംപ്റ്റം ഓഫ് ഫിയോക്രോമോസൈറ്റോമ. ഓക്കെ, മോസ്റ്റ് കോമൺ സിംപ്റ്റം ഓഫ് ഫിയോക്രോമോസൈറ്റോമ ഇസ് ഹെഡേക്ക് ആണ്, ഹൈപ്പർ ടെൻഷൻ അല്ല. കാരണം എന്താണ്? ഹൈപ്പർ ടെൻഷൻ ഈസ് ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫിയോക്രോമോസൈറ്റോമ. ഹൈപ്പർ ടെൻഷൻ ഈസ് നോട്ട് എ സിംപ്റ്റം. സോ ഹെഡേക്ക് ആണ് സിംപ്റ്റം ആയിട്ട് വരുന്നത്, പക്ഷെ മാനിഫെസ്റ്റേഷൻ ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈപ്പർ ടെൻഷൻ. ഓർത്തിരിക്കുക ഡിഫറൻസ്. മോസ്റ്റ് കോമൺ സിംപ്റ്റം ഈസ് ഹെഡേക്ക്, മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഈസ് ഹൈപ്പർ ടെൻഷൻ. Then, which is the most sensitive screening test? It is estimation of catecholamines in urine and vanillin mandelic acid level. Okay, most sensitive screening test ആണ് urinary catecholamines and vanillin mandelic acid test. Then best test for diagnosis of pheochromocytoma is fractionated plasma metanephrines ആണ്. Level of fractionated plasma metanephrines. And the investigation of choice is of course MRI ആണ്. പിന്നെ biopsy is contraindicated. കാരണം എന്താണ്? It can precipitate hypertensive crisis. Already patient hypertensive ആണ്. അപ്പം ബയോപ്സി ചെയ്യുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ബയോപ്സി ഈസ് contraindicated. Then malignant pheochromocytoma secrete dopamine and homovanillic acid. Malignant pheochromocytoma secrete dopamine and homovanillic acid. Okay. അതേപോലെ മറ്റൊരു ട്യൂമർ ആണ് ന്യൂറോബ്ലാസ്റ്റോമ. വെരി വെരി ഇമ്പോർട്ടന്റ്. ന്യൂറോബ്ലാസ്റ്റോമ ഇറ്റ് ഈസ് മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ, ഇറ്റ് ഈസ് മാലിഗ്നന്റ് ട്യൂമർ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ന്യൂറൽ ക്രസ്റ്റ് ആണ്. ന്യൂറൽ ക്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സിംപതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ആൾസോ അഡ്രിനൽ മെഡുല്ല. ഇപ്പൊ സിംപതറ്റിക് നെർവസ് സിസ്റ്റം മീൻസ് ഫ്രം ഓർബിറ്റ് ടു പെൽവിസ്, എവിടെ വേണമെങ്കിലും വരാം. ഓക്കെ, സോ ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം സിംപതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് അഡ്രിനൽ മെഡുല്ല. ആൻഡ് മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് adrenal gland ആണ്. Okay, most common site is adrenal gland and it is the most common solid tumor diagnosed in infancy and childhood, especially in infants less than 1 year of age. Okay, and it is the most common intra-abdominal malignancy in children. പലപ്പോഴും ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അതേപോലെ മൈക്രോസ്കോപ്പിക്കലി നമുക്ക്
Homer-right pseudo-rosettes can be found. ഓർത്തിരിക്കുക, Homer-right pseudo-rosettes on microscopy. And also one term is called raccoon eyes. What is raccoon eyes? Orbital metastasis of this tumor with the periorbital ecchymosis and protosis. That is called raccoon eyes. Okay. Cutaneous metastasis can give rise to blueberry muffin lesions. The important points are, okay, blueberry muffin lesions, and also chronic watery diarrhea. Then opsoclonus myoclonus. Opsoclonus myoclonus is seen in. Opsoclonus means dancing eyes. Myoclonus means dancing feet. Okay, these are also seen in neuroblastoma. And the most common site of metastasis in older children is bone, and in infants it is liver or subcutaneous tissue. പിന്നെ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാനിൽ സ്റ്റിപ്പിൾഡ് കാൽസിഫിക്കേഷൻ കാണാൻ പറ്റും. then മറ്റൊരു സൈൻ ആണ് ഡ്രൂപ്പിംഗ് ലില്ലി സൈൻ. ദാറ്റ് ഈസ് the tumor can displace the kidney inferolaterally. That is called drooping lily sign. Okay, drooping lily sign. പിന്നൊരു ടെസ്റ്റ് ആണ് MIBG. That is meta-iodobenzyl guanidine. Okay, meta-iodobenzyl guanidine. It is one of the single best studies to document the presence of metastatic disease. MIBG. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, ഷിമാഡ ക്ലാസിഫിക്കേഷൻ. ഓർത്തിരിക്കുക, ഷിമാഡ ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ഫോർ പ്രോഗ്നോസിസ് based on the degree of differentiation, mitosis, karyorrhexis index, presence or absence of Schwannian stroma. It is called Shimada classification. Our term orthirico, Shimada classification is for neuroblastoma. Okay. Then olfactory neuroblastoma is called esthesioneuroblastoma. Okay, esthesioneuroblastoma is the term for olfactory neuroblastoma. Then Addison's disease നമുക്കറിയാം, adrenal insufficiency ആണ് Addison's disease. അതിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലബോറട്ടറി പാരാമീറ്റേഴ്സിന്റെ അബ്നോർമാലിറ്റീസ്. ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പോനാട്രീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർകലീമിയ, ഹൈപ്പർകാൽസീമിയ, decreased chloride and bicarbonate level. Okay, hyponatremia, hypoglycemia, hyperkalemia, hypercalcemia, and decreased chloride and bicarbonate level plus hypotension. Hypotension ഉണ്ട്. Then what is the most common cause of Addison's disease in developing countries? It is tuberculosis. പക്ഷേ in developed countries ആണെങ്കിലോ it is autoimmune disease ആണ്. Okay, most common cause of Addison's disease in developing countries it is tuberculosis. Developed countries it is autoimmune disease. Okay, പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നുണ്ട്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് നിയോനേറ്റൽ ഓർ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഇസ് തൈറോയിഡ് ഗ്ലാൻഡ് ഡിസ്ജെനിസിസ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് ഡിസ്ജെനിസിസ്. ഓക്കെ, ആൻഡ് ദ മോസ്റ്റ് കോമൺ ഓഫ് എൻഡമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഇസ് ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. ഓക്കെ, അയോഡിൻ ഡെഫിഷ്യൻസി ആണ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് എൻഡമിക് ഗോയിറ്റർ. പിന്നെ രണ്ട് ടേംസ് ആണ് ജോർഡ് ബേസ്ഡോവ് ഡിസീസ് ആൻഡ് വോൾഫ് ചെയ്ക്കോഫ് ഇഫക്റ്റ്. ഇൻ ജോർഡ് ബേസ്ഡോവ് ഡിസീസ് ഇറ്റ് ഈസ് hyperthyroidism due to iodine excess, but in Wolff-Chaikoff effect it is hypothyroidism due to iodine dependent transient suppression of thyroid. Two terms, Jode-Basedow disease it is hyperthyroidism, Wolff-Chaikoff effect it is hypothyroidism. Okay, then Conn syndrome. What is Conn syndrome? Hyperaldosteronism. In Conn syndrome there is some laboratory features: hypernatremia, hypertension. Compare ചെയ്ത് പഠിക്കണം in Addison disease and in Conn syndrome. Okay, just opposite ആണ്, മാറിപ്പോകാൻ പാടില്ല. In Conn syndrome it is hypernatremia, hypertension, hypokalemia and metabolic alkalosis ആണ്, not acidosis. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. All of the following are seen in Conn syndrome except. Options ഇതായിരുന്നു:
hypernatremia, hypertension, hypokalemia, metabolic acidosis. So there is no metabolic acidosis in Cone syndrome. It is metabolic alkalosis. Okay. Okay.